പരിശുദ്ധ മാതാവിനും തിരുകുമാരനും എൻ്റെ 1000 നന്ദി അർപ്പിക്കുന്നു. ഞാൻ ആദ്യം, എൻ്റെ പേര് അഞ്ജന, ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ കുഞ്ഞിനെക്കുറിച്ചാണ്. ഇത് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയുടെ കുഞ്ഞാണ്. അവർക്ക് 17 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടാവാതിരുന്ന് ഉണ്ടായൊരു കുഞ്ഞാണിത്. അത് ഒരുപാട് ചികിത്സ ചെയ്തിട്ടും ഉണ്ടാവാതിരുന്നിട്ട് പിന്നെ അവർ ചികിത്സകളെല്ലാം നിർത്തിവെച്ചിരുന്ന് പിന്നെ ചികിത്സകളൊന്നും ഇല്ലാതെ പ്രാർത്ഥനയിലൂടെ മാത്രം ഞങ്ങൾക്ക് ലഭിച്ചൊരു കുഞ്ഞായിരുന്നു. അങ്ങനെ 9ാം മാസത്തിലെ സ്കാനിങ്ങിൽ പറഞ്ഞു ചേച്ചിക്കൊരുട്ടും വയറ്റിൽ വെള്ളം കുറവാണ്, ഹാർട്ട് ബീറ്റ് കുറവാണ്, കുഞ്ഞിനെ കിട്ടാൻ വളരെയധികം ചാൻസ് കുറവാണ് എന്നെല്ലാം പറഞ്ഞിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വിട്ടു. അവിടെ അഡ്മിറ്റായി. അവിടെ ചെന്ന് കൂടെ നിൽക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണിനസുഖം വന്ന് അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്, അല്ലെ നിങ്ങളുടെ ഇതുകൊണ്ടാണ് നിങ്ങൾ എഴുതി വെച്ചിട്ട് ഇവിടുന്ന് പോകണം. അമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നിവിടെ എഴുതി വെച്ചിട്ട് പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പേടിയോടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് അറിയുകയും ഇവിടെ എത്തിപ്പെടുകയും ചെയ്തത്. അന്ന് എനിക്ക് വരാൻ വഴി പോലും അറിയാതിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനുമായിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ കൊരടം വരെ പോകാം, അച്ഛൻ എൻ്റെ കൂടെ കൂട്ടുവരണം എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനെ കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം അന്ന് എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത്, അടുത്ത OP ദിവസം നിങ്ങൾ വന്ന് സ്കാൻ ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഇവർ ചേച്ചിയും ചേട്ടനും കൂടെ സ്കാൻ ചെയ്യാൻ പോയി. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടും വന്ന് ഉടമ്പടി എടുക്കാൻ വന്നു. ഞാൻ ഉടമ്പടി എടുത്ത് വിളിച്ച് ചോദിച്ചു, ചേച്ചി എന്തായി? ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കുഞ്ഞ് ഹാർട്ട് ബീറ്റ് ഉണ്ട്, വയറ്റിൽ നിറയെ വെള്ളമുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ അടുത്ത OP പോയി. അവിടെ ചെന്നത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഡോക്ടർ പറഞ്ഞു, ഇനി ഓപ്പറേഷൻ്റെ ആവശ്യമൊന്നും വേണ്ട, നിങ്ങൾക്കിപ്പം കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ആയിട്ടുണ്ട്, വയറ്റിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ഒന്നും സാധിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിൽ പോന്നു. അടുത്ത OP വന്ന് അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു. തിരിച്ച് വീണ്ടും ഞങ്ങൾ പിറ്റേ ആഴ്ച അഡ്മിറ്റ് ആവാൻ ചെന്നപ്പോഴും പറഞ്ഞു, ഇപ്പം കുഴപ്പമില്ല, ഇതുവഴിയും നിങ്ങൾ ഓപ്പറേഷനൊന്നും നടത്തണ്ട, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങളോട് പറഞ്ഞു, അടുത്ത ആഴ്ച വീണ്ടും വരിക എന്ന് പറഞ്ഞു. വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു, ഇല്ല കുഴപ്പമൊന്നുമില്ല, പോയിക്കോ, വെറുതെ ഓപ്പറേഷൻ വേണ്ടി വരില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ 3ാമത്തെ ആഴ്ച ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ചേച്ചിക്ക് അന്ന് ക്യാരിങ് ആയിരുന്ന സമയത്ത് ചേച്ചിക്ക് 42 വയസ്സുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് പറയാൻ പറ്റില്ല, നോർമൽ ഡെലിവറി നടക്കുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല, ഇത്രയും പ്രായമായില്ലേ എന്ന് പറഞ്ഞു. അവിടുന്ന് ഞാൻ പറഞ്ഞു, ഡോക്ടർ നമുക്ക് നോക്കാം എന്ന് അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നു. 2 ദിവസം ലേബർ റൂമിൽ. 2ാമത്തെ ദിവസം 2 മണിയോടെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല, നോർമൽ ഡെലിവറി നടക്കുകയില്ല, നമുക്ക് ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞു. അവിടുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, എൻ്റെ കൂടെ ആരുമില്ല, ചേട്ടനാണെങ്കിൽ പുറത്ത്, ആണുങ്ങളെ കോട്ടയം മെഡിക്കൽ കോളേജിലകത്ത് കയറ്റാറില്ല, പെണ്ണുങ്ങൾ മാത്രമേ കയറ്റാറുള്ളൂ, എൻ്റെ കൂടെ വേറെ ആരുമില്ല, ചേച്ചിക്ക് ഓപ്പറേഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിന്ന് സഹായിക്കാൻ പോലും എനിക്ക് ആരുമില്ല, ഞാൻ എന്ത് ചെയ്യും, നിങ്ങളെ കാക്കണേന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു പോയി. ഒരു 10 മിനിറ്റിന് ശേഷം പറഞ്ഞു, ഇല്ല, ഡെലിവറി നടന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ആരുമില്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ നിന്നിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഈ 17 വർഷത്തിന് ശേഷം കിട്ടിയ കുഞ്ഞാണിത്. ഇന്നിപ്പോൾ വന്ന് പെട്ടത് തന്നെ യാദൃശ്ചികമായിട്ട് ഞാൻ വന്നതാണ്. എൻ്റെ ഒരു ചേട്ടത്തിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചേച്ചിക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവളുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോയിട്ട് നോക്കാൻ ആരും ഇല്ലാത്തതിന് എൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് പോയതാണ്. അങ്ങനെയാണ് ഞാൻ ഇവളെയും കൊണ്ട് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ അമ്മയുടെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷെ വരാൻ നോക്കിയിട്ടൊന്നും സാധിക്കുന്നില്ലായിരുന്നു. ഇന്നങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത് അമ്മയുടെ മുന്നിൽ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. 2ാമത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്. എൻ്റെ 2ാമത്തെ ഇളയ മോൾക്ക് വയറ്റിൽ സ്പ്ലീൻ എന്ന് പറയുന്ന അവയവം അത് വലുതായിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയേയില്ലായിരുന്നു. അവൾക്ക് അടിക്കടി എന്നും പനി വരുന്ന കാരണം എന്നും ആശുപത്രി പോകും, മരുന്ന് വാങ്ങിക്കും. വല്ലപ്പോഴും ഇങ്ങനെ പറയും വയറ്റിൽ വേദനയുണ്ട്, അപ്പം പനി വരുന്നതിൻ്റെ കൊണ്ടാണ് അങ്ങനെ വയറ്റുവേദന വരുന്നതെന്ന് പറഞ്ഞ് കാർമിസൈഡും അങ്ങനെ ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും വെച്ചാൽ മരുന്ന് കൊടുത്തുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പല പ്രാവശ്യം ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി, അന്ന് ഒരു ദിവസം മോളെയും കൂടെ കൊണ്ടുവരാം, അന്ന് അവൾക്ക് പനിയായിട്ടിരിക്കുക, ഞാൻ അതെന്തായാലും ഇവളെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ അവളെയും കൊണ്ട് ഇവിടെ വന്ന് തിരിച്ചു പോയ അന്ന് വൈകിട്ട് അവൾക്ക് പനി കൂടിയിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി.
ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ വയറ്റുവേദനയ്ക്കുള്ള മരുന്നും എല്ലാം കൊടുത്തിട്ട് പിറ്റേ ദിവസം ഞാൻ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടറെ തന്നെ കൊണ്ട് കാണിച്ചിട്ട് ഡോക്ടർ ഇതുപോലെ പനി കൂടി, ഇതുപോലെ വൈകുന്നേരം എല്ലാം വയറ്റിന് വേദനയായിരുന്നു, മരുന്നെല്ലാം കൊടുത്തു എന്ന് പറഞ്ഞ് ഡോക്ടർ നോക്കുമ്പോഴാണ് ഇങ്ങനെ സ്പ്ലീൻ അവൾക്ക് നമ്മുടെ റിബ്സിനകത്ത് നിൽക്കേണ്ട സ്പ്ലീൻ അവൾക്ക് എൻലാർജ് ചെയ്ത് ഒരു 2 സെൻറ്റിമീറ്റർ പുറത്ത് വന്ന് നിൽക്കുക. ഡോക്ടർ പറഞ്ഞു ഇതിപ്പോൾ കണ്ടത് നന്നായി, കാരണം നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്, ഓടിക്കളിക്കുന്ന കുട്ടിയാണ്, ഇതിൽ അവിടെ ഇവിടെ ഒന്ന് തട്ടുക മുട്ടുക ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബ്ലീഡിങ് ഉണ്ടാവും, നമ്മൾ അറിയുക പോലും ഇല്ല എന്തെങ്കിലും സംഭവിച്ചതെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് എന്നാലും എനിക്ക് തോന്നി, അന്നേരം എനിക്കിവിടെ വരാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും വലിയ എന്നാണ് തോന്നി. എനിക്കിവിടെ വരാൻ പറ്റിയത് എന്നെ അമ്മ അത് അറിയിച്ചതാണ്, അതുകൊണ്ടാണ് എനിക്കിവിടെ വരാൻ പറ്റിയത് അന്ന് കുഞ്ഞിനെയും കൊണ്ട് എന്ന് തോന്നി. അങ്ങനെ ഒരു വർഷക്കാലം ഫോളോ അപ്പിൽ തന്നെ കോട്ടയം കുട്ടികളുടെ ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഒരു വർഷമായിട്ട് അത് കഴിഞ്ഞ് ഞാൻ മോളെയും കൊണ്ട് വീണ്ടും നോർമൽ സൈസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മോളെയും കൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ അവൾ വീണ്ടും ഹോസ്പിറ്റലിലായിരുന്നു. അന്നപ്പോഴും വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയാൽ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മോള് അത് നോർമൽ സൈസിലേക്ക് സ്പ്ലീൻ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും പേടിക്കാനൊന്നുമില്ല, ഇങ്ങനെ തന്നെ പോട്ടെ, പനി വരുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതെല്ലാം എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മ എന്നെ അറിയിച്ചതാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം കുറേ ഒരു കുഞ്ഞുനാളിൽ തൊട്ട് ഒരു 2 വയസ്സ് തൊട്ടേ ഇവൾക്ക് പനി വരും, എപ്പോഴും പനി വരും, മരുന്ന് കൊടുക്കും, മാറും, പിന്നെയും ഇതിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ ഒരു സ്പ്ലീൻ എൻലാർജ് ചെയ്ത് നിന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പനി വന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു. അതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ കേരളത്തിനകത്ത് ആ ഒരു ടെസ്റ്റേ ഇല്ലായിരുന്നു. ഞങ്ങൾ ഡൽഹിയിലാണ് അതിൻ്റെ ടെസ്റ്റിനെല്ലാം കൊടുത്തിരുന്നത്. അവിടെ കൊടുക്കാനാണെങ്കിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പൈസയ്ക്കാണെങ്കിലും നമുക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവിടുന്ന് ഞങ്ങൾ ഡൽഹിയിൽ അതിൻ്റെ സാമ്പിൾ കൊടുത്ത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും IgM എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് പോസിറ്റീവായിരുന്നു അവൾക്ക്. ആ ഒരു വൈറസിൻ്റെ പ്രശ്നം കൊണ്ടാണ് അവൾക്ക് സ്പ്ലീൻ എൻലാർജ് ചെയ്ത് നിൽക്കുന്നതെന്നും അതിന് മരുന്നില്ലെന്നും എല്ലാം ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആ പെട്ടെന്ന് ഞങ്ങൾ തകർന്നു പോയി. അങ്ങനെ അവൾക്ക് ഞാൻ ഇവിടുന്ന് കിട്ടിയ വെഞ്ചരിച്ച ഉപ്പും തൈലവും എല്ലാം അവൾക്ക് കൊടുക്കുകയും വയറ്റിൽ പുരട്ടുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും അവൾക്ക് പനി മാറി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും കഴിഞ്ഞ ആഴ്ച സ്കാൻ ചെയ്തപ്പോൾ അത് ഒരു 12.13 അടുപ്പിച്ചുണ്ടായിരുന്നു അവരുടെ സൈസ്. അതിപ്പോൾ ഒരു 9.4 നോർമൽ സൈസിലേക്ക് എത്തിപ്പെട്ടു. അതിന് വളരെയധികം സന്തോഷമുണ്ട്. അമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അത് അറിഞ്ഞതും നമുക്കത് ചികിത്സിക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചത്. പിന്നെ എൻ്റെ മൂന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ ആസ്മയായിരുന്നു. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു. ഒരു ദിവസം ഭർത്താവ് നന്നായിട്ട് മദ്യപിക്കുന്ന ആൾക്ക് ഒരു ദിവസം ഞാനിതുപോലെ ഉടമ്പടി തൈലം എടുത്ത് ഉറങ്ങിക്കിടന്ന സമയത്ത് തേച്ച് കൊടുത്തിട്ട് ഞാൻ എൻ്റെ മാതാവ് ഈ മദ്യപാനം എങ്ങനെയും നിർത്തി തന്ന് ഞങ്ങളുടെ കുടുംബജീവിതം സന്തോഷകരമാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം കയ്യിലുണ്ടായിരുന്ന ബാക്കി തൈലം എടുത്ത് ഞാൻ നെഞ്ചിൽ തേച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഈ ശ്വാസം മുട്ടൽ മാറ്റി തരണമേ. അന്ന് ഇതുപോലെ ഈ മോളെ തേച്ച് പ്രസവിച്ച് കിടക്കുന്ന സമയമായിരുന്നു. ഞാനത് തേച്ച് രാവിലത്തെ പ്രാർത്ഥനയും കഴിഞ്ഞു. ഞാനത് തേച്ച് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിപ്പോയി ജോലി ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയ വഴിക്ക് എനിക്ക് പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറി. ഞാൻ അവിടുന്ന് വീണ്ടും വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്നു. ഞാൻ എൻ്റെ മാതാവ് എനിക്ക് എന്താ പറ്റിയേ, ഇത്രയും നേരം എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, ഞാൻ ഈ തൈലം തേച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ കണ്ണിൽ ഇരുട്ട് കയറുന്നു, എന്താ ഞാൻ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു വയറ്റിൽ നിന്ന് എന്തോ ഇങ്ങനെ തീ ആളി കത്തുന്ന പോലെ എനിക്ക് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഒരു വർഷമല്ല, ഈ നിമിഷം വരെ അങ്ങനെ എനിക്ക് ആസ്മ ഞാൻ വീണ്ടും ഇൻഹേലർ എടുത്ത് വലിച്ചിട്ടില്ല. ഒരു ദിവസം 4 പഫ് വീതവും അതിൻ്റെ ഗുളിക എടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് മാറുന്ന എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ തണുപ്പ് കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തണുപ്പ് കൂടുതൽ വരുന്ന സമയത്തോ മാത്രം ഞാൻ എടുക്കുകയാണ്. തുടർച്ചയായി 4 പഫ് വീതം എടുത്തുകൊണ്ടിരുന്ന ഞാനിപ്പോൾ വല്ലപ്പോഴും ഒരെണ്ണം എടുത്താലായി എന്നുള്ളൊരു രീതിയിലേക്ക് മാറി എന്നെ ദൈവം കാത്തുരക്ഷിച്ചു. അമ്മ മാതാവിനോടും തിരുവുമ്മാനോടും 1000 നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുന്നു.